പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇപ്പം തന്നെ നമ്മുടെ ഈ ജെറിനെ പാടാൻ കിട്ടിയ ഒരു അനുഗ്രഹമാണ്. ഇവിടെ പാടുന്ന പിള്ളേരെ എല്ലാം പാട്ട് ശബ്ദക്കൂടലാണെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പലരും പോയി. ഇനിയും ജെറിനോടെ ഉള്ളു പോകാൻ അവനും താമസിയാതെ പോകും. അപ്പോൾ അങ്ങനെ ചിലരൊക്കെ പാട്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവരെ ഓടിച്ചു വിടും. അങ്ങനെയുള്ള അവൻ പാടുമ്പോൾ രണ്ട് വാക്കൊക്കെ പറഞ്ഞൊരു അനുഗ്രഹം. അപ്പോൾ ഉടനെ ഇരുന്നുകൊണ്ട് ജോയിയുടെ മോൻ എന്നെ പറയാനാ, ജോയിയുടെ മോൻ ആരാ എന്നൊന്നും ചോദിക്കല്ലേ. ജോയിയുടെ മോനല്ല സ്റ്റേജിൽ പാടുന്ന ദൈവത്തിൻ്റെ പൈതല. നീ അങ്ങനെ അവഞ്ഞയോട് ആരെയും കാണല്ല. നീ പൂക്കോയിക്കലെ ജഡ്ജിയുടെ മോനും ഇവനേതോ തരം താണ ആദിവാസി ചെറുക്കനും വന്ന് ധരിക്കരുത്. അവൻ ദൈവത്തിൻ്റെ പൈതല. നിന്നെ പോലെ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത ദൈവത്തിൻ്റെ പൈതല. നീ അവനെ കുറച്ച് കാണല്ലേ. നീ പരിഹാസ ചൊവ്വയോടെ നീ ഏതോ കൂടിയടത്ത ആളാണെന്നും പറഞ്ഞ് ജോയിയുടെ മോൻ അങ്ങനൊന്നും പറയല്ലേ. പാടുന്ന കുഞ്ഞുങ്ങൾ സ്റ്റേജിൽ നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങൾ പാടുക. നീ കരമടിച്ച് പ്രോത്സാഹിപ്പിക്കണം. നീ അവരെ വളർത്തിക്കൊണ്ട് വരണം. നിന്റെ വായിൽ നിന്നൊരു വാക്ക് വന്ന് അവനെ ഇല്ലാതാക്കരുത്. നീ അങ്ങനെ വിളിച്ചാലും ദൈവം വിളിക്കുന്നൊരു പ്രേയുണ്ട്. ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, എടാ ദൈവത്തിന് പ്രിയനെ നീ അവഞ്ഞിയായി കാണരുത്. ഇന്ന് പകൽക്കാലം സന്തോഷമുണ്ട്, സ്തോത്രം പറഞ്ഞ് കേൾക്കുമ്പോൾ നീ പുറകെ ഇരുന്നുകൊണ്ട് അപവാദത്തിൻ്റെ വാക്ക് പറഞ്ഞ് ശുശ്രൂഷയിൽ നിൽക്കുന്നവനെ പരിഹസിക്കാതെ നീ മുഴങ്കാലം അടക്കുന്നവനെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കണം. അവൻ്റെ പ്രാർത്ഥന നിന്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിന് കാരണമാണെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന നിന്റെ വായിൽ നിന്ന് മറ്റൊരുത്തന് ഹൃദയത്തിൽ വേദന വരുന്ന ഒരു വാക്ക് പറയാനിടയാകല്ലേ. സന്തോഷമുണ്ട്, കരമടിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. നമ്മുടെ ഈ കൊച്ചു പിള്ളേരെല്ലാം കൂടെ സ്റ്റേജിൽ വന്നിരിക്കുന്ന കാണുന്ന ഒരു അനുഗ്രഹമല്ലേ. നിങ്ങൾ അവരെ കൈ ചൂണ്ടിപ്പാണ്. കർത്താവ്, ഈ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകണം, ഇവർ ദൈവകൃപയുള്ളവരാകണം, ഇവർ അഭിഷേകത്തോടെ നിൽക്കണം, അവരിൽ നിന്ന് അഭിഷേകത്തിൻ്റെ ആരാധന വെളിപ്പെടണം എന്നൊക്കെ പറഞ്ഞ് മാതാപിതാക്കൾ പ്രാർത്ഥിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. അല്ലാതെ പുറകിരുന്നുകൊണ്ട് ആ ജോയിയുടെ മോനെന്നും മേഴ്സിയുടെ മോനെന്നൊക്കെ പറഞ്ഞ തച്ചൻ്റെ മോനെന്നും മറിയയുടെ മോനെന്നൊക്കെ പറയുന്ന ഭാഷകൾ നമ്മൾ ഉപയോഗിക്കല്ലേ. നമ്മുടെ കൂട്ടുവിശ്വാസിയല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ, അവരെ ആദരിക്കാൻ പഠിക്കണം. ദാനിയേലിനെ ദൈവം വിളിച്ചത് ഹല്ലേലൂയ ഏറ്റവും പ്രിയനായ ദാനിയേലേ, ഇന്ന് പകൽക്കാലം നീ അറിയാത്തൊരു ബന്ധം ദാനിയേലിന് ദൈവത്തോടുണ്ട്. നീ അത് അറിഞ്ഞിരിക്കണം. നിനക്കവൻ വില കുറഞ്ഞവനായിരിക്കും, പക്ഷെ ദൈവത്തിനവൻ പ്രിയനാണ്. ഇന്ന് പകൽക്കാലം ദൈവം വെളിപ്പെട്ടു വരുന്നത് തനിക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിനാ. സന്തോഷമുള്ളവർ മാത്രം കരമടിച്ച് ആരാധിക്കട്ടെ. ദൈവം ഇറങ്ങി വരുന്നത് തനിക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിനാ. ഹല്ലേലൂയ. ആവർത്തനം 33:12 മോശ എന്ന ശക്തനായ വീണ്ടെടുപ്പുകാരനായ പ്രവാചകൻ ബെന്യാമീനെ കുറിച്ച് പറയുകയാണ്. വായിച്ചേ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. 12 ഗോത്രങ്ങൾ ഉണ്ടെങ്കിലും വഴി ജനിച്ച ഒരു ഗോത്രം, അവൻ വഴിയിലാണ് ജനിച്ച്. ബാക്കി 11 ഗോത്രങ്ങളും വീട്ടിൽ ജനിച്ചവരാ. 11 ഗോത്രങ്ങൾ വീട്ടിൽ ജനിച്ചപ്പോൾ വഴിയിൽ ജനിച്ചൊരുത്തനുണ്ട്. അമ്മയുടെ മുഖം അവൻ കണ്ടിട്ടില്ല, മുലപ്പാൽ അവൻ കുടിച്ചിട്ടില്ല. ഹലോ, പ്രൈസ് ദി ലോർഡ്. 3 രണ്ടാനമ്മമാരുടെ പോരനുഭവിച്ച ഒരു ഗോത്രം ഭൂമിയിലുണ്ടെങ്കിൽ അത് ബെന്യാമീൻ ഗോത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ലേയയുടെയും ബിൽഗയുടെയും ശില്പയുടെയും എല്ലാം പീഡകളും മറ്റ് 11 പിള്ളാരുടെ ഉപദ്രവങ്ങളും ഏറ്റ ഒരു 12ാമൻ വഴിയിൽ ജനിച്ചവൻ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ മറ്റ് 11 ഗോത്രങ്ങളെ വിളിക്കാത്തൊരു പേര് മോശ വിളിച്ചു, യഹോവയ്ക്ക് പ്രിയനേ. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. എടാ, നീ വഴി ജനിച്ചതായിരിക്കും, നിനക്ക് പാരമ്പര്യം പറയാൻ കാണത്തില്ല, നീ നല്ല മുലപ്പാൽ ഇറുമി കുടിച്ചിട്ടില്ല, നീ കന്നാലിപ്പാൽ കുടിച്ചായിരിക്കും വളർന്നത്. പക്ഷെ നീ ദൈവത്തിന് പ്രിയനാണെന്നുള്ള കാര്യം നീ ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. 3 അമ്മമാരും കൂടെ നിന്നോട് പോരെടുത്താലും ഹല്ലേലൂയ 11 സഹോദരന്മാർ നിന്നെ ഒതുക്കാൻ നോക്കിയാലും നീ ജനിച്ചത് ദൈവത്തിന്റെ ഹിതപ്രകാരമാണെങ്കിൽ നിന്നെ പ്രിയനെ എന്ന് വിളിക്കുന്ന ഒരു ദൈവമുണ്ട്. ആരോടൊക്കെയോ ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ലോകം നിന്നെ അപമാന വിഷയമായി കണ്ടാലും നീ ദൈവത്തിന് പ്രിയനാ. വിശ്വസിക്കുന്നവര് മാത്രം ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിക്കട്ടെ. ബെന്യാമീനേ, നീ എനിക്ക് പ്രിയനാ. അതുകൊണ്ട് ഒന്നാമത്തെ രാജാവ് വന്നത് ബെന്യാമീൻ ഗോത്രത്തിൽ നിന്നാണ്. അതുകൊണ്ട്
14 ലേഖനം ദൈവസഭയ്ക്ക് തന്നത് ബെന്യാമീൻ ഗോത്രക്കാരനാ. ഇന്ന് പകൽ ലോകം തള്ളിയ നിന്നെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നിന്നെ ചരിത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. ആരോടോ ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. നീ ഒന്നിനെ കുറിച്ചും നീ പുച്ഛിച്ച് കാണല്ല, നീ വില കുറച്ച് കാണല്ല. ഇന്ന് പകൽക്കാലം നീ പ്രാർത്ഥിച്ചേ, കല്ല് കുത്താൻ 2 മുഴങ്കാലും ഊന്നാൻ 2 കൈയുമുണ്ടെങ്കിൽ നിന്റെ കൂടാരത്തിൽ ഇറങ്ങി വന്നിട്ട് നിന്നെ ഉണർത്തി മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ പകൽ ഹല്ലേലൂയ. അഭിഷേകമുള്ളവർ അന്യഭാഷയിൽ അല്പനിമിഷങ്ങൾ ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായം 20 വാക്യം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31:20. ഒന്നുകൂടെ വായിച്ചേ. എബ്രീം എൻ്റെ വാത്സല്യപുത്രനും ഓമനക്കുട്ടിയോ, ഞാൻ അവന് വിരോധമായി സംസാരിക്കുമ്പോൾ ഒക്കെയും അവനെ